ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വാട്ടർ കളറാണ്. ഒരു തെങ്ങും അതേപോലെ തന്നെ ചെത്തുകാരനുള്ള ഒരു വാട്ടർ കളറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വരക്കുന്ന മെത്തേഡ് നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. തെങ്ങിൻ്റെ ഓലയൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ കളറിങ് സ്റ്റാർട്ട് ചെയ്യാണ്. കളറിങ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതുപോലെ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പെയിൻറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ കുറച്ച് കട്ടിയുള്ള പേപ്പറായിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ റൗണ്ട് ബ്രഷ് 13 എന്നുള്ള നമ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടോൺ ഇടുമ്പോൾ താഴെയുള്ള പെയിൻറ്റുകളൊക്കെ അവിടെയും ഇവിടെയും കട്ട പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒറ്റയ്ക്ക് നമ്മൾ ഫസ്റ്റ് ടോണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, കൊബാൾട്ട് ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ, ലെമൺ യെല്ലോ, ബേൺസീന, പിന്നെ നമ്മുടെ സാപ്പ് ഗ്രീന്, കുറച്ച് ക്രിംസൺ റെഡ് കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ബ്ലൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മൾ പ്രഷ്യൻ ബ്ലൂ അപ്ലൈ ചെയ്തു പേപ്പറിൽ, അതേപോലെ തന്നെ കൊബാൾട്ട് ബ്ലൂവും തമ്മിൽ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരേ ടോണിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഇടയ്ക്ക് നമുക്ക് ക്രിംസൺ റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് പാലറ്റിൽ മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വയലറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
തെങ്ങിൻ്റെ ഓലക്ക് നമ്മൾ ലെമൺ യെല്ലോ വിത്ത് സാപ്പ് ഗ്രീനാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ തന്നെയും ആ വെള്ളം ഫസ്റ്റ് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഡ്രൈ ആവുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് ടോൺ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ മനുഷ്യൻ്റെ അനാട്ടമി ചെയ്തിട്ടുള്ളത് ബേൺസീന യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ബേൺസീനൊക്കെ പാലറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം പേപ്പറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ തെങ്ങോലകൾ കുറച്ചുകൂടി ഡാർക്ക് ടോണ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാലറ്റിൽ ബേൺസീനയും അതേപോലെ സാപ്റ്റീനും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോണ് കൂട്ടിയും കുറച്ചും അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രാവശ്യം മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു തെങ്ങോല കളറ് ചെയ്യുന്നത്. പാലറ്റിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരേ കളർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ലൈനായിട്ട് ചെയ്യരുത് കേട്ടോ. ചില ഭാഗങ്ങളിൽ ബേൺസീനയുടെ കണ്ടൻറ്റ് കൂടിയിട്ടും ചില ഭാഗങ്ങളിൽ സാപ്പ് ഗ്രീൻ കണ്ടൻറ്റ് കൂട്ടിയിട്ടും അങ്ങനെ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യുക. ഒരേ കളർ അങ്ങനെ വരിയായിട്ട് ചെയ്തപ്പോൾ വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ചില ഭാഗങ്ങളിൽ നമുക്ക് ഡാർക്ക് ടോണ് കുറച്ച് കൂടുതലായിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം ഭാഗങ്ങളിൽ നമ്മൾ പേർഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ ഗ്രീൻ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡാർക്ക് ടോൺ ഓവറായിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ട് വെക്കരുത് കേട്ടോ. അതായത് കട്ടിക്ക് കളർ വെക്കരുത്. വെള്ളമില്ലാതെ കട്ടിക്ക് വെക്കൂല, അങ്ങനെ ചെയ്യരുത്. എന്ന് കരുതിയിട്ട് ഓവറായിട്ട് വെള്ളം യൂസ് ചെയ്യരുത് കേട്ടോ.
തെങ്ങിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കളർ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പ്രഷ്യൻ ബ്ലൂവും അതേപോലെ ക്രിംസൺ റെഡും മിക്സ് ചെയ്തിട്ട് ഒരു വയലറ്റിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിലേക്ക് റെഡ് മുന്നിട്ട് നിൽക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള കളറ് അതിൻ്റെ ലൈറ്റ് ടോണാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് പ്രഷ്യൻ ബ്ലൂവും ക്രിംസൺ റെഡുമാണ് മിക്സ് ചെയ്യേണ്ടത്, അപ്പോഴാണ് നമുക്ക് വയലറ്റ് ടോണ് കിട്ടുക. അപ്പോൾ റെഡ് എഫക്റ്റ് ഉണ്ടാവരുത്, ക്രിംസൺ റെഡിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അതിൻ്റെ തന്നെ ഡാർക്ക് ടോണാണ് ആ ഒരു സൈഡിൽ ഡാർക്ക് നമ്മൾ ആ ഒരു തെങ്ങിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ ഒരു കട്ട് കട്ടായിട്ട് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ തന്നെ ഡാർക്ക് ടോണാണ് കേട്ടോ. അത് ഈ നേരത്തെ പറഞ്ഞ ലൈറ്റ് ടോണ് അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതേപോലെ ഈ മനുഷ്യൻ്റെ ബോഡിയിൽ നമ്മൾ ബേൺസീന് ഫസ്റ്റ് ടോൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ തന്നെ ഡാർക്ക് ടോണാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് കയ്യിൻ്റെയൊക്കെ ഒരു സൈഡിലും കാലിൻ്റെ സൈഡിലും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ബേൺസീനയുടെ ഡാർക്ക് ടോണാണ് സെക്കൻഡായിട്ട് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ഇനാബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. അത് കമൻ്റ് ആണെങ്കിലും ലൈക്കും ഷെയറൊക്കെ ആയിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കുട്ടികൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, അപ്പോൾ അവരിലേക്കൊക്കെ എത്തട്ടെ. അപ്പോൾ നമ്മൾ ഒരുപാട് തിരക്കിനിടയിലാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ.